നമസ്കാരം സുഹൃത്തുക്കളെ. പ്രശാന്ത്, അതീവ സുരക്ഷയുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്ത് വരെ പ്രതിപക്ഷം എത്തിയത് അസാധാരണമായ നടപടിയാണ്, അപ്രതീക്ഷിതമാണ്. 3 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധത്തിനും സംഘർഷത്തിനും ഒടുവിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പരിക്കുപറ്റി. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെ വലിച്ചിഴച്ചു. എന്താണ് 3.5 മണിക്കൂറോളം നീണ്ട ദില്ലിയിൽ സംഭവിച്ച കാര്യങ്ങൾ? പ്രശാന്ത് നേരിട്ട് സാക്ഷ്യം വഹിച്ചാണ്. ക്ഷമിക്കണം, ഒരു വിയർപ്പ് വിളിച്ചാണ് നിൽക്കുന്നത്. കാരണം ഒരു 3 മണിക്കൂറോളം ഈ ഒരു പ്രധാനമന്ത്രിയുടെ വീടിന്റെ ചുറ്റും ഒരു സംഘർഷ സാഹചര്യമായിരുന്നു. വലിയ ഉന്തും തള്ളുമായിരുന്നു. എംപിമാരുടെ ഉന്തും തള്ളും, ഇതോടൊപ്പം തന്നെ പോലീസ് ഇവരെ നിയന്ത്രിക്കുമ്പോഴുള്ള തള്ളും ഒക്കെയായിട്ട് വലിയൊരു സംഘർഷ സാഹചര്യം ഒരു 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഈ മേഖലയിൽ. എന്തായാലും ഈ ഒരു നാടകം വലിയ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു 3 മണിക്കൂറോളം ഉണ്ടായി എന്ന് തന്നെ പറയാം. ആദ്യം ചർച്ച നടക്കുന്നു, അത് കഴിഞ്ഞ് പോലീസിന്റെ ഒരു ആക്ഷൻ നടക്കുന്നു. അതാണ് തെറ്റ്. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനമാണ് എന്ന് അവരറിയാതെ തന്നെ അവർക്ക് തോന്നിയത് കൊണ്ടാവണം ഇങ്ങനെ സത്യം വിളിച്ച് പറയാൻ തോന്നിയത്. ഏഷ്യാനെറ്റ് പോലെ ഒരു മാപ്രയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ സത്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതാ പ്രശാന്ത് രഘുവംശം എന്ന ആ മാന്യൻ അറിയാതെ സത്യം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ അതായത് ഈ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നിരോധനമുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലാണ് അവർ പോയി പ്രതിഷേധിച്ചതെന്നും അവിടെ അത് തടയാൻ വന്ന പോലീസിന് നേരെ അങ്ങോട്ടേക്ക് ഉന്തും തള്ളുമായിട്ട് പോയത് കേരളത്തിൽ നടക്കമുള്ള എംപിമാരാണ് എന്ന് അവിടെ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും എംപിമാർ തന്നെ ഈ തരവഴി കാണിക്കുമ്പോൾ ഈ രാജ്യത്തെ കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുള്ള അല്ലെങ്കിൽ അത് കടമയായിട്ട് കാണുന്ന നമ്മുടെ ഇവിടുത്തെ പോലീസ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല, അവർ തടയും. അവരുടെ ജോലിയാണ്, അവരുടെ കടമയാണ്, കർത്തവ്യമാണ്, അവരത് ചെയ്യും. അപ്പോൾ അവരുടെ കഴുത്തിൽ പിടിക്കുക, കൊങ്ങയ്ക്ക് പിടിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ തരവടിത്തരമെല്ലാം കാണിച്ചത് രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള എംപിമാരുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതറിയാതെ ആണെങ്കിലും അറിഞ്ഞാണെങ്കിലും ഏഷ്യാനെറ്റ് മാപ്രയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നു. അത് നല്ല കാര്യം. കാരണം ഇവരൊക്കെ എത്ര പ്രോപ്പഗണ്ട അടിച്ചുവിടാൻ നോക്കിയാലും അവരൊക്കെ തന്നെ അറിയാതെ ചില സത്യങ്ങൾ കൂടി ഈ ജനങ്ങളെ അറിയിക്കാറുണ്ട് എന്നത് ഈ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കിട്ടുന്ന അപൂർവമായിട്ടുള്ള അത്ഭുതങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ KSUവിൻ്റെ സമരത്തിലൊക്കെ കാണുന്ന പോലെ ചുവന്ന മഷി ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കലാപരിപാടികളും അവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൽ രാഹുൽ ഗാന്ധി തന്നെ മൂക്കിന് താരെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ചുമല മഷി കൊണ്ടെന്തോ വരച്ചു വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. രക്തം വന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ കണ്ടിട്ട് രക്തം വന്നതായിട്ട് അല്ല തോന്നുന്നത്, ചുവന്ന മഷി കൊണ്ട് വരച്ചതുപോലെയാണ് തോന്നുന്നത്. ഇതുപോലെ ഇനിയും എന്തൊക്കെ അഭ്യാസങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നു. എന്തായാലും അടികൊണ്ട് ഓടാൻ റെഡിയായിട്ട് തന്നെ ഇരുന്നോളൂ. കാരണം കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളെ ഇനി കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇതിനകം നിങ്ങൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു, ഒരു സംശയം വേണ്ട. വലിയ ഉന്തും തള്ളുമായിരുന്നു. എംപിമാരുടെ ഉന്തും തള്ളും, ഇതോടൊപ്പം തന്നെ പോലീസ് ഇവരെ നിയന്ത്രിക്കുമ്പോഴുള്ള തള്ളും ഒക്കെയായിട്ട് വലിയൊരു സംഘർഷ സാഹചര്യം ഒരു 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. വലിയ ഉന്തും തള്ളുമായിരുന്നു. എംപിമാരുടെ ഉന്തും തള്ളും, ഇതോടൊപ്പം തന്നെ പോലീസ് ഇവരെ നിയന്ത്രിക്കുമ്പോഴുള്ള തള്ളും ഒക്കെയായിട്ട് വലിയൊരു സംഘർഷ സാഹചര്യം ഒരു 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു.